അപ്പം നമ്മളിന്നൊരു വൈറ്റമിൻ ഡ്രിങ്ക്, ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻ ഡ്രിങ്ക്, ഹോം മെയ്ഡ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് നെല്ലിക്ക അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് ക്യാരറ്റ്, ബീട്രൂട്ടും കൂടെ ഉണ്ടെങ്കിൽ എടുത്തോ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇല്ല ബീട്രൂട്ട്, അതുകൊണ്ടാ. പിന്നെ നാരങ്ങ, ഇത് ഞാൻ ഇന്നലെ പിഴിഞ്ഞ് വെച്ചതിൻ്റെ ബാക്കി ഒരു കുറച്ച് 2-3 ഡ്രോപ്പ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഒരുപാട് വേണ്ട, കാരണം നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്കയ്ക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് തേൻ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഞാനിവിടെ ഈ ഡിസൈനോടെ ഹണി എടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു പുളിപ്പും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഓക്കെ ആണെങ്കിൽ വേണ്ട, ആവശ്യമില്ല. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം കൂടി നമ്മളിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ട് വരാവേ. അടിച്ചെടുത്ത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യണം. ഇത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് യൂസ് ചെയ്ത് തീർക്കാനുള്ളതല്ല കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 വീക്സ്, മേ ബി ഒരു 1 മന്ത് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. 3 മന്ത്സ് വരെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം അത്രയും ഒരു എമൗണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല. ഫ്രീക്വൻ്റായിട്ട് ഒരു 1 മന്ത് ഇടവിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ നല്ലത്. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇച്ചിരി കൂടിപ്പോയി, വെള്ളം ഒന്നും ചേർക്കല്ലോ കേട്ടോ. ഇനി അത്ര അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 3-4 സ്പൂൺ വെള്ളം ചേർത്താൽ മതി. കാരണം നമ്മളിത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ്, നെല്ലിക്ക, പിന്നെ ഇഞ്ചി, പിന്നെ ആവശ്യമുള്ളവർക്ക് ഒരു 1/2 പീസ് തക്കാളി വേണമെങ്കിൽ ഇടാവും കേട്ടോ, നിർബന്ധമില്ല. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ ഈ ഒരു ജാറിലാക്കിയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ആക്കി, ഐസ് ട്രേയിൽ ഐസ് ക്യൂബ്സ് ആക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ കംപ്ലീറ്റ് ജ്യൂസും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്, ഇത്രയുണ്ട്. ഇനി ഞാൻ നേരത്തെ വെച്ച ഒരു നാരങ്ങ അതിനകത്ത് നിന്ന് ഒരു കുറച്ച് ഡ്രോപ്പ്, ഇത് മതി. ഇല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ. നമുക്കിത് ഷുഗറും തേനില്ലാതെ തന്നെ കുടിക്കാൻ പറ്റുന്നവർക്ക് അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഷുഗർ ഇല്ലാതെ പറ്റില്ല എന്നുള്ളവർക്ക് ഷുഗർ യൂസ് ചെയ്യാം, പക്ഷേ അതില്ലാത്തതാണ് ഏറ്റവും നല്ലത്, ഹെൽത്തിനൊക്കെ നല്ലത് നമുക്ക്. ഇത് ഇത്ര നാരങ്ങ മതി. ഇപ്പോൾ ഒത്തിരി ഡ്രോപ്സ് കിട്ടിയല്ലോ നമുക്ക്. ഇത് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യമുള്ള ടൈമിൽ മാത്രം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കാണിച്ചു തരാവേ. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പൈപ്പിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ വെച്ച് ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മളിതിലേക്ക് മിക്സാക്കി, അതിന് കുറച്ചുകൂടെ എടുക്കാം, മിക്സാക്കിയിട്ട് കുടിക്കുക. അത്രയും മതി. നമുക്ക് എന്നും 1-2 സ്പൂൺ കുടിച്ചാൽ നമുക്ക് വൈറ്റമിൻസ്, ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഓക്കെ, ബൈ.